ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു യാത്രയിലാണ്. മനോഹരമായിട്ടുള്ള പുള്ളിക്കാനം എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഈ അവ്യൂ ഒന്ന് കാണിച്ചു കൊടുത്തേ. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇനി അടുത്തുള്ള വീഡിയോസിലൊക്കെ വരുന്നുണ്ട്. കുറച്ച് നല്ല പാട്ടുകൾ ഈ കൂടെ പാടി പോകുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. തുടർന്നും ഒരുപാട് പേരിലേക്ക് എൻ്റെ പാട്ടുകൾ എത്തിക്കണം. അപ്പോൾ ഇവിടെ വെച്ചൊരു ചെറിയ പാട്ട് പാടിയിട്ട് നമുക്ക് യാത്ര തുടരുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. പാട്ടിലേക്ക് പോകാം. നീയറിഞ്ഞോ നീയറിഞ്ഞോ നീ എന്റേതാണെന്ന് നീയറിഞ്ഞോ മഴക്കാലം എനിക്കായി മയിൽ ചേലുള്ള പെണ്ണെ നിന്നെ തന്നെ മിഴി നോക്കി മനമാകെ കതിരാടുന്ന സ്നേഹം ഞാനറിഞ്ഞ് പറയാനും വയ്യ പിരിയാനും വയ്യ പല നാളും ഉറങ്ങാൻ കഴിഞ്ഞില്ല. മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ വാനം തൂവുന്ന പൂങ്കുളിരേ കണ്ടുവോ എന്റെ കാതലിയേ. നമ്മളുടെ യാത്ര തുടരുകയാണ്. മനോഹരമായിട്ടുള്ള പുള്ളിക്കാനം എന്ന സ്ഥലത്ത് നിന്നും നമ്മൾ വാഗമണിലേക്ക് പോവുകയാണ്. അതിന് വാഗമണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന വീട് കണ്ടോ, ഇത് ഒരുപാട് സിനിമകളിലൊക്കെ വന്നിട്ടുള്ളൊരു വീടാണ്. ഇത് ഏത് ചിത്രത്തിലാണ് വന്നിരിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ്. ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ ഇത്ര സിനിമകളിലൊക്കെ വന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വളരെ മനോഹരമായിട്ടുള്ള കാപ്പിത്തോട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു ഫീലാണ് ശരിക്കും. ഇവിടെയൊക്കെ വരുമെന്ന് ഓർത്തതല്ല. അതൊക്കെ നമ്മളുടെ പ്രിയപ്പെട്ട ആ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ആ സുഹൃത്തിൻ്റെ ഒരു ഒരു സഹായമാണ് ശരിക്കും ഈ ഒരു കാഴ്ച. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളാണ്. ശരിക്കും വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ് ആ ലയങ്ങളൊക്കെ കാണുമ്പോൾ. അവരുടെ ജീവിത സാഹചര്യം വളരെ മോശമാണ്. നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വാഗമണിൻ്റെ ആ ഭംഗി വാഗമണിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇവിടെ പണിയെടുക്കുന്ന കൊളുതുകൊള്ളുന്ന സ്ത്രീകളാണ് വരുന്നത്. അവർ അവരുടെ ജോലി കഴിഞ്ഞിട്ടുള്ള വരവാണ്. വളരെ ക്ഷീണിതയായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് സന്തോഷം. ഞാൻ ഇതിനു മുമ്പൊക്കെ ഇതിപ്പോഴും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഇച്ചിരി നമ്മൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഞാൻ മടിക്കുമായിരുന്നു. പക്ഷേ എന്തോ ഇവിടെ ഇറങ്ങാനായിട്ട് ഇന്ന് എനിക്ക് തോന്നി. കൂടെയുള്ള സുഹൃത്തുക്കളും നിർബന്ധിച്ചു. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. വല്ലാത്ത സന്തോഷം തോന്നുന്നു. നമ്മളെപ്പോലുള്ള ആളുകൾ, വയ്യാത്ത ആളുകൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒരുപാട് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇവിടെയൊക്കെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഇവിടെ വരാനായിട്ട് ഇടയാക്കിയ ദൈവം തമ്പുരാൻ നന്ദി പറയുന്നു. പിന്നെ പ്രിയപ്പെട്ട സുഹൃത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ? പോകാം.
പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഡ്വഞ്ചർ യാത്രയാണ്. സാധാരണക്കാർ ഈസി ആയിട്ട് നടന്നു പോകുന്ന ഒരു വഴിയാണിത്. ഇപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആസ്വദിക്കുകയാണ്. വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്നത് വാഗമണിലുള്ള അരുന്ധതി വസിഷ്ഠ ക്ഷേത്ര സമുച്ചയമാണ്. നമ്മളുടെ അമ്പലങ്ങൾ വളരെ വ്യത്യസ്തമായി, നമ്മുടെ നാടുകളിലൊക്കെയുള്ള അമ്പലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ്. ഒരുപാട് പടികൾ കയറി ഒരു മലയുടെ മേളിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. നല്ലൊരു കാഴ്ച സുഖം നൽകുന്ന ഒരു അമ്പലമാണ്. വല്ലാത്തൊരു ഫീലുണ്ട് ഇവിടെ നിന്നിട്ട്. വളരെ ഒരു ചൈതന്യമുള്ളൊരു ക്ഷേത്രം ആണ് ഇത്. നമ്മളിനി മുന്നോട്ട് പോകുന്നത് തങ്ങൾപ്പാറയിലേക്കാണ്. തങ്ങൾപ്പാറയിൽ ചെന്ന് അവിടെ ഇരുന്ന് ഒരു പാട്ട് പാടുക എന്നുള്ളതാണ് അടുത്ത ഉദ്ദേശം. ആ തങ്ങൾപ്പാറ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് തങ്ങൾപ്പാറ. അവിടെ ഒരു പാറ ഒരു എയറിൽ നിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചെറിയ ഒരു ടച്ച് മാത്രമേ ഉള്ളൂ ഭൂമിയിൽ. അത് എയറിൽ നിൽക്കുന്ന ഒരു വലിയ അത്ഭുതമായിട്ടാണ് പറയപ്പെടുന്നത്. ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റില്ല. കാരണം മുകളിലൊരു വലിയൊരു അവിടെ കയറി ചെല്ലണം. നമുക്കത് പറ്റില്ല. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തിങ്ങനെ പോകുമ്പോൾ ഇരിക്കുന്നതാ ഒരു ബോർഡ്. ആ ബോർഡ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമ്മുടെ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ ഒരു ബോർഡാണ് അത്. അതിൽ എഴുതിയിരിക്കുന്നത് മലയോട് മല്ലിട്ടവർക്ക് മറ്റെങ്ങും കിട്ടാത്ത പരിചരണം കാരിത്താസിലുണ്ടെന്നാണ്. ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി കാണിച്ചതാണ്. നമ്മളങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട തങ്ങൾപ്പാറയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് നമ്മൾ ലാസ്റ്റ് പാട്ട് പാടുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും തരിക. നമ്മുടെ യാത്രകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. ഇനി വേറെ പുതിയ യാത്രകൾ ഉണ്ടാകാൻ നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഹായ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ യാത്ര എങ്ങനെ ഇരുന്നു? നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. നമുക്ക് കയറി ചെല്ലാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി. ഇപ്പം ഒരു മനോഹരമായ സ്ഥലത്തായിരിക്കുന്നത്. ഞങ്ങളുടെ യാത്രയുടെ ലാസ്റ്റത്തെ പാട്ടാണ് വരാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ ചെറിയ യാത്രാ വിവരണം പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഇനിയും യാത്രകൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. അതിനുമായി ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. പാട്ടിലേക്ക് പോകാം. കരിനീല കണ്ണുള്ള പെണ്ണെ, നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി, അറിയാത്ത ഭാഷയിലെന്തോ കുളിരഴകങ്ങൾ എന്നോട് ചൊല്ലി. കരിനീല കണ്ണുള്ള പെണ്ണേ, ഒരു ദുഃഖരാത്രി നീ രഥമൊരു മണൽ കാട്ടിൽ വെടിഞ്ഞു. ഒരു ദുഃഖരാത്രി നീ രഥമൊരു മണൽ കാട്ടിൽ വെടിഞ്ഞു. അതു കഴിഞ്ഞോ മനെ നിന്നി പുത്തനനുരാഗ സന്ധ്യകൾ പൂത്തു. കരിനീല കണ്ണുള്ള പെണ്ണേ.